ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലത്ത് പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിലെ ഞായറാഴ്ചകളിലെ ഏവങ്കേലിയോൻ ധ്യാന ശുശ്രൂഷയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം 11ാമത്തെ ഞായറാഴ്ചയായിട്ടാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഞായറാഴ്ചത്തെ വേദവായനയ്ക്കായി ധ്യാനത്തിനായി നൽകിയിട്ടുള്ള വേദവാക്യങ്ങൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 13 വരെയുള്ളതായ തിരുവചന ഭാഗമാണ്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നുമുള്ളതും ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അനന്തരം അവൻ 12 അടുക്കൽ വിളിച്ചു, അവരെ 2 അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളിന്മേൽ അധികാരം കൊടുത്തു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സുവിശേഷ വേലയുമായി പോകുന്ന ആളുകൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഏകനായി പോയി സുവിശേഷ വേല ചെയ്യുന്ന പലയിടങ്ങളിലും അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ അത് അതിരൂക്ഷമായി തീരാറുണ്ട്. ക്രിസ്തുവിന്റെ വചനത്തെ ത്യജിച്ചു കളയുന്നതായ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യേശുതമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ 2 വീതം പോകാനായിട്ടുള്ള ഒരു ആഹ്വാനം കർത്താവ് ഇവിടെ തരികയാണ്. 2 കൂടി പോകുമ്പോൾ ഒരു പ്രതിസന്ധി വന്നാൽ ഒരാൾ മാത്രം പറയുമ്പോൾ സമൂഹത്തിൽ ഒരുപക്ഷെ അത് വിലയില്ലാതെ വരുമ്പോൾ അടുത്ത ആളുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അവരെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ 12 വിളിച്ചിട്ട് അവരെ ഓരോരുത്തരെയായിട്ട് അയക്കാമായിരുന്നു. പക്ഷെ കർത്താവ് 2 അയച്ചത് പ്രതിസന്ധികൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, കർത്താവിന് വേണ്ടി പോകുമ്പോൾ കൂടെ ഒരാളെ നേടുവാൻ കഴിഞ്ഞാൽ, കൂടെ ഒരാളെ ശുശ്രൂഷയ്ക്ക് പോയാൽ അതിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. നമ്മുടെ ശുശ്രൂഷയിൽ കുറച്ചുകൂടി അതിന്റെ മഹത്വം ലോകത്തിന് കാണുവാനായിട്ട് കഴിയും. ഭാര്യ ഭർത്താവുമായി ശുശ്രൂഷയ്ക്ക് പോകാം. അതല്ലെങ്കിൽ 2 പേർ ചേർന്ന്, സമൂഹത്തിലെ ദൈവമക്കളാകുന്ന 2 പേർ ചേർന്ന് കർത്താവിന്റെ വേലയ്ക്ക് പോകുവാനായിട്ടുള്ള ആഹ്വാനമാണ് കർത്താവ് നൽകിയിട്ടുള്ളത്. എന്നാൽ യേശുതമ്പുരാൻ അവരെ പറഞ്ഞയക്കുമ്പോൾ അവരെ വെറുതെയല്ല കർത്താവ് അയച്ചത്. ആ ലോകത്ത് ഒരുപാട് അശുദ്ധാത്മാക്കൾ ബന്ധിതരായിരിക്കുന്ന ആളുകളുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവരുടെ മേൽ അശുദ്ധാത്മാക്കളിന്മേലുള്ള വിജയം, അധികാരം, അതിനെ പുറത്താക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുതമ്പുരാൻ തന്റെ സ്ലീഹന്മാർക്ക്, ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ദൈവമക്കളെ, ദൈവം ചില അധികാരങ്ങൾ, ചില അനുഗ്രഹങ്ങൾ, ചില നൽവരങ്ങൾ ദൈവമക്കളാകുന്ന നമുക്ക് നൽകിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയാത്ത ജീവിതമായി മാറുന്നു. വിശുദ്ധ ജീവിതത്തെ അശുദ്ധമാക്കി തീരുന്നു. നമ്മുടെ നാവൽ കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ അധികാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. തിരുവചനം വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആത്മീയ അഭിഷേകം കൊണ്ട് നിറച്ച് ദൈവം ഗർഭപാത്രത്തിൽ വെച്ച് അഭിഷേകം ചെയ്ത വ്യക്തിയാണ്. അവന്റെ നന്മയെ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവന്റെ ജീവിതത്തിൽ അവന് ലഭിച്ച കൃപാവരത്തെ തിരിച്ചറിയാൻ അറിയാതെ പോയപ്പോൾ ദലീല എന്ന് പറയുന്ന പെൺകൊച്ചിന്റെ നടുവിൽ, പെൺകൊച്ചിന്റെ മടിയിൽ വെച്ച് കർത്താവിന്റെ അഭിഷേകത്തെ ഇല്ലായ്മ ചെയ്യുന്ന
ഭക്തനായ ശിംശോനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. കർത്താവ് നിനക്ക് ചില അധികാരം തന്നിട്ടുണ്ട്. നിന്റെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിൽ ചില നന്മകളെ, ചില കൃപാവരങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ ആ ശുശ്രൂഷ തന്നിട്ടാണ്, അനുഗ്രഹം തന്നിട്ടാണ് ദൈവം നിന്നെ അയക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അശുദ്ധി മൂലം നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരുത്താതിരിക്കാൻ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരുത്താതിരിക്കുവാനായിട്ട് ദൈവമക്കളാകുന്ന നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ ശുശ്രൂഷയിൽ കർത്താവ് നമ്മെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയത്ത് അഭിഷേകം ചെയ്തു. ജീവിതത്തിന്റെ യാത്ര ഇന്നയോളം ഒരുപാട് നന്മകൾ കൊണ്ട്, നൽവരങ്ങൾ കൊണ്ട്, കൃപാവരങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ നിറച്ചിട്ടുണ്ട്. ഇന്ന് ആ കൃപാവരങ്ങൾ ജ്വലിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരുന്നുണ്ടോ? അതെയോ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്കാണോ നമ്മുടെ ജീവിതം പോകുന്നതെന്ന് ശാന്തമായി ചിന്തിക്കുക. ഇവിടെ കർത്താവ് അവരെ അയക്കുമ്പോൾ ഈ രണ്ടുപേരെ അയച്ച് അശുദ്ധാത്മാക്കളിൽ മേൽ കർത്താവ് അധികാരം കൊടുത്തു. വീണ്ടും ദൈവം അവരോട് അടുത്ത കാര്യം പറയുന്നുണ്ട്. അതിന്റെ 8 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന മക്കൾ, ഒന്ന് കർത്താവ് 2 പേരെ അയച്ചു, അവരെ അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അപ്പത്തിനു വേണ്ടി ആകരുത്, വിശപ്പിന് വേണ്ടി ആകരുത്, ഈ ലോകത്തിലെ യാതൊന്നിനും വേണ്ടി നീ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകരുത്. ഇന്ന് ജീവിതത്തിൽ അനേകരുടെ ശുശ്രൂഷകൾ പരാജയപ്പെട്ടു പോകുന്നത് കാരണം നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ്. ഞാൻ 9 വർഷക്കാലം നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്ന സാഹചര്യങ്ങളിൽ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്ത് കിട്ടും? ഈ ശുശ്രൂഷയ്ക്ക് പോയാൽ നിനക്ക് എന്ത് കൂലി കിട്ടും? നിന്റെ ശമ്പളം എത്രയാണ്? പലരുടെയും ചിന്ത ഭൗതികമായിട്ടുള്ള ചിന്തയിലേക്കാണ് നമുക്ക് പോകുന്നത്. നമുക്ക് എന്ത് നേടാം, ഈ ലോകത്തിൽ നമുക്ക് എന്ത് സമ്പാദിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഓർത്തോളുക, നിന്റെ ജീവിതം പരാജയത്തിന്റെ അവസ്ഥയിലേക്കാണ് നീ പോകുന്നത്. കർത്താവ് പറഞ്ഞു, അപ്പം എടുക്കരുത്, മടിശീലയിൽ കാശ് കരുതരുത്. നമുക്കറിയാം, നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കഴിയുകയില്ല. മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ ആ പൈസ നിക്ഷേപത്തിലായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒന്നും നീ കരുതരുതെന്ന് കർത്താവ് പറയുന്നത്. ഒരു ദിവസം വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എലീശയുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പ്രതിഫലം ഇച്ഛിക്കാതെ എലീശായുടെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്തതായ ആ ഗേഹസി എന്ന് പറയുന്നതായ മനുഷ്യൻ, ഞാൻ സംഭവങ്ങളിലേക്ക്, ചരിത്രങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അവന്റെ കൺമുമ്പിൽ, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ബാബിലോണി മേലങ്കി തൊട്ടിട്ടുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ അവൻ അറിയാതെ അവന്റെ കണ്ണ് അതിലേക്ക് പോയി. അവന്റെ മനസ്സ് അവൻ അറിയാതെ ആ കാര്യങ്ങൾ സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു ചിന്ത പിശാച് അവന്റെ ജീവിതത്തിൽ കൊണ്ടുകൊടുത്തു. ദൈവമക്കളെ, ന്യായാധിപന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുന്നു, അവൻ നിരാശനായി ജീവിതത്തിൽ ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചതിനേക്കാൾ ഏറെ ഭാരത്തോടെ, ഏറെ പ്രയാസത്തോടെ നിൽക്കുന്ന ഗേഹസിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഈ ശബ്ദപരിമിതിക്കുള്ളിൽ ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് പ്രതിഫലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു? നീ സമ്പത്തിന് വേണ്ടിയാണോ കർത്താവിന്റെ പിന്നാലെ പോകുന്നത്? ജീവിതം നിരാശാപൂർണമായി തീരുന്നു. ഈ ലോകത്തിലെ ഭൗതിക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ നീ കർത്താവിന്റെ പിന്നാലെ പോകുന്നത്? നിന്റെ ജീവിതം ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയില്ല. എന്നാൽ ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി തന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള അനേക ആളുകൾ ഇന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. സാധു കൊച്ചു കുഞ്ഞു ഉപദേശി തൊട്ടിട്ടുള്ള വിശുദ്ധരായി തീർന്നിട്ടുള്ള ഒത്തിരി ആളുകൾ, ഒത്തിരി പിതാക്കന്മാർ ഈ ഭൂമിയുടെ മൺപരപ്പിൽ ഭൗതികമായി ഒന്നും നേടാതെ ആത്മീയ പറുദീസയിൽ അവർ ചെന്ന് ചേർന്നിട്ടുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ കർത്താവിനെ നീ സ്നേഹിച്ചാൽ എല്ലാം ദൈവം നിനക്ക് തരും. ഓർത്തു നോക്കുക,
ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ട് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുത്തിട്ട് എന്തെങ്കിലും നഷ്ടം നിനക്കുണ്ടായിട്ടുണ്ടോ? ഭൗതികമായ ഒരു ബിസിനസ്സിന് പോയാൽ, ഭൗതികമായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയാൽ പരാജയമുണ്ടാകും. എന്നാൽ കർത്താവിന്റെ പിന്നാലെ പോകുന്നവൻ അനുഗ്രഹിക്കപ്പെടും. അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. നീ യാതൊന്നും കരുതരുത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അബ്രഹാം തന്റെ ജീവിതത്തിൽ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തെ മാത്രം കണ്ടു. പ്രതികൂലങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അവനെ ദൈവം അനുഗ്രഹിച്ചു. വിശ്വാസികളുടെ പിതാവായി ദൈവം അബ്രഹാമിനെ ഉയർത്തി. ഇന്ന് കർത്താവിന് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭൗതികമായി ഇതിനെ വിട്ട്, ഈ ലോകത്തെ വിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കും. ഞാൻ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കർത്താവ് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ മൂന്നാമതായി കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളൊരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളയണം. ഒന്നാമത് കർത്താവ് 2 പേരെ അയച്ചു. രണ്ടാമത് കർത്താവ് അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. മൂന്നാമത് കർത്താവ് അവർക്ക് കൊടുക്കുന്നത്, നാം ശുശ്രൂഷയിൽ നമ്മെ സ്വീകരിക്കാത്ത, നമ്മെ കൈക്കൊള്ളാത്ത, നമ്മെ നിന്ദിക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് നീ പോയിട്ട് അവരിൽ നിന്ന് ഇറങ്ങിത്തിരിയുമ്പോൾ നിന്റെ കാലിലെ പൊടി തട്ടിക്കളയണമെന്നാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രജാതികളുടെ ഇടയിലൂടെ അവർ സഞ്ചരിച്ചു കഴിഞ്ഞ് അവർ സ്വന്തം പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തങ്ങളുടെ കാലിലെ പൊടി അവർ കുടഞ്ഞു കളയുമെന്നാണ് കുടഞ്ഞു കളയണമെന്നുള്ളതാണ് യഹൂദരുടെ പാരമ്പര്യം. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിന്ദിക്കുന്നവരെ, നമ്മെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിന് സാക്ഷ്യം ഉയർത്തുവാൻ നമ്മെ തന്നെ വിവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ കുനിച്ചു കൊടുക്കാം. ചിന്തിച്ച വേദഭാഗ്യത്തിലേക്ക് നമുക്കൊന്നോടെ നമ്മുടെ മനസ്സിനെ വിടാം. ഒന്നാമതായി ചിന്തിച്ചു, കർത്താവ് 2 പേരെ വീതം അയച്ചു. രണ്ടാമതായി കർത്താവ് പറഞ്ഞു, നിന്റെ ഭൗതികമായി യാതൊന്നും നീ സമ്പാദിക്കരുത്, നീ എടുക്കരുത്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. മൂന്നാമതായി, നിന്നെ കൈക്കൊള്ളാത്തവരുടെ മുമ്പിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നീ ആ പട്ടണം വിട്ടു പോരുമ്പോൾ, നീ ആ വിദേശം വിട്ടു പോരുമ്പോൾ നിന്റെ കാലിലെ പൊടി സാക്ഷ്യത്തിനായി കുടഞ്ഞു കളയണം. ന്യായവിസ്താര ദിനത്തിൽ അത് നിനക്ക് അനുകൂലമായി നിൽക്കും. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഈ ലോകത്തിലെ ഇമ്പങ്ങളെ വിട്ട് ദൈവത്തോടെ ചേർന്ന ദൈവിക നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് ഇടയാക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കാൽവരി കുരിശിൽ ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ദിവസത്തിന് നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകൾ പൂർണ്ണമായും നിന്നോടെ ചേർന്ന് നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സഹായിക്കണമേ. നന്മകളിലൂടെ വഴി നടത്തണമേ. ആയിരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ.